ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ ബിന്നിയുടെ ഹസ്ബൻഡ് നൂബിൻ ഇപ്പൊ ഒരു വോട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തിനെ കുറിച്ച് പറഞ്ഞിട്ടൊരു വീഡിയോ ഇന്നലെ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലിലൂടെ എന്തായാലും ചെയ്തിട്ടുണ്ട്, ഇന്നലെ പുറത്ത് വിട്ടിട്ടുണ്ട്. നൂബിന് അത്യാവശ്യം ഒരുവിധപ്പെട്ട ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഓൾറെഡി ബിഗ് ബോസ് ഹൗസിൽ വരെ കുറച്ചധികം ദിവസങ്ങളിൽ നിന്ന് വളരെയധികം പരിചിതമായ ഒരു ആൾ തന്നെയാണ്. സോ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ പറയുന്ന ഷാനവാസും പിന്നെയും തമ്മിലുള്ള ഒരു പ്രശ്നത്തിനെ കുറിച്ച് പറഞ്ഞിട്ടും നൂബിൻ ഒരു വീഡിയോ ഇട്ടിരുന്നതാണ്. സോ നല്ല രീതിയിൽ തന്നെ കയറിപ്പോയതാണ്, നല്ല രീതിയിൽ ഒരു വ്യൂവർഷിപ്പും ആൾക്കാർ സംസാരിക്കുകയും എല്ലാം ചെയ്തൊരു വീഡിയോ തന്നെയായിരുന്നു. ഇപ്പൊ എന്തായാലും സംഭവിച്ചിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്ന സമയം, അതായത് ബിന്നിയെ സപ്പോർട്ട് ചെയ്യണം, വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റുകൾ ഇടുന്ന സമയത്തും സ്റ്റോറികൾ ഇടുന്ന സമയത്തും എല്ലാം അതിനെതിരെ വരുന്ന കമന്റുകളും മെസ്സേജുകളും വളരെയധികം മോശമായിട്ടുള്ള രീതിയിലാണ് എന്നാണ് എന്തായാലും നൂബിൻ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ആരാണ് നെഗറ്റീവ് കമന്റ് ഇടുന്ന അല്ലെങ്കിൽ മെസ്സേജ് ഇടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു പോസ്റ്റ് പോലും ഇടാത്ത, ആരെയും ഫോളോ ചെയ്ത 0 ഫോളോവേഴ്സ് വരെയുള്ള രീതിയിലുള്ള ഒരുപാട് ബോട്ട് അക്കൗണ്ട്സ് ആണ് എന്തായാലും തനിക്ക് കാണാൻ സാധിച്ചതെന്നൊക്കെ എന്തായാലും നൂബിൻ പറയുന്നുണ്ട്. സോ അപ്പോൾ ആളെന്നാലും ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാക്കണല്ലോ. ഈ പറയുന്ന PR റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന PRs ഈ പറയുന്ന മറ്റു മത്സരാർത്ഥികൾക്കെതിരെ വളരെയധികം ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുകയും അവരെ എന്തായാലും പുറത്തേക്ക് പോകാനും എല്ലാം കാരണമാക്കുന്ന രീതിയിലേക്ക് ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുന്നതിന്റെ ഭാഗമായിട്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയും, ഈ പറയുന്ന PR എന്ന് പറയുമ്പോഴത്തേക്കും ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന അനുമോളെ തന്നെ എല്ലാവരും ചിന്തിക്കേണ്ടത്. ഈ പറയുന്ന അനുമോള് മാത്രമൊന്നുമല്ല ഈ പറയുന്ന PR റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അത് നമ്മൾക്കറിയില്ല, നമ്മളുടെ അടുത്ത് അതിന്റെ തെളിവുകളോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ തന്നെ സംസാരിക്കുന്നതും അതിന് പുറത്തും എല്ലാം നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രം പറയുന്നതാണ്. അല്ലാതെ ഈ പറയുന്ന അനുമോൾ എത്ര ലക്ഷം കൊടുത്തിട്ടുണ്ട്, ഈ പറയുന്ന 16 ലക്ഷത്തിന് മുകളിൽ കൊടുത്തു എന്ന് പറയുന്നവർ പോലും അവര് പറയുന്നതല്ലാതെ നമ്മളെ അടിസ്ഥാനപരമായിട്ട് കാണിക്കാനായിട്ട് തെളിവുകളോ കാര്യങ്ങളൊന്നും ഇല്ല. സോ ബിഗ് ബോസ് ഹൗസിൽ തന്നെ വലിയ രീതിയിൽ സംസാരിക്കുന്ന ഒരു കാര്യം മാത്രമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന അനീഷ് ബിഗ് ബോസ് ഹൗസിൽ അവിടെ തന്നെ മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. പേഴ്സണലി എനിക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ്. പക്ഷേ ഈ അനീഷ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അനീഷ് ഈ പറയുന്ന നല്ല രീതിയിൽ തന്നെ സ്റ്റഡി ചെയ്ത് വർഷങ്ങളോളം ഈ പറഞ്ഞ മറ്റു ജോലികൾ പോലും വേണ്ടെന്ന് വെച്ചിട്ട് ബിഗ് ബോസ് ഹൗസിന് വേണ്ടി തന്നെ പ്രയത്നിക്കുന്ന ഒരാളാണ്. സോ അങ്ങനെ ഒരാൾ പറഞ്ഞൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ PR റിലേറ്റഡ് ആയിട്ട് സംസാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ PR നെ കുറിച്ച് എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നതെന്നും അറിയില്ല, അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും എനിക്ക് അറിയില്ല എന്നുള്ള ഇതിലൊക്കെ അനീഷ് പറഞ്ഞിട്ട് എന്നാലും കൈ ഒഴിയാൻ വേണ്ടി നോക്കുന്നുണ്ട്. സോ അതൊന്നും ഒട്ടും കൺവിൻസ്ഡ് അല്ല. അത് മാത്രമല്ല ഈ പറയുന്ന ഷാനവാസ് ആണെങ്കിൽ ഈ പറയുന്ന പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് 16 ലക്ഷം രൂപയാണ്, എന്നാലും അത്രയും രൂപയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഇതെങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരുപാട് ഒന്നും അറിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇത്രയും എക്സ്പെൻസീവ് ആണോ ഇത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന സമയത്ത് ഷാനവാസിന് ഇതിൽ പങ്കില്ല. അപ്പൊ ഷാനവാസ് അങ്ങനെ പ്രൊമോഷൻസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അർത്ഥം വരുന്ന രീതിയിലൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ട്. സോ അതും ഞാൻ ഒട്ടും കൺവിൻസ്ഡ് ആയിട്ടില്ല. അദ്ദേഹം ഒരു അഭിനയിക്കുന്ന രീതിയിലാണ് പേഴ്സണലി എനിക്ക് തന്നെ തോന്നി. അദ്ദേഹം മാത്രമല്ല അവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാർ, പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു ഷോയിൽ മത്സരിക്കാൻ വരുന്ന സമയത്ത് ഒരു പുറത്തുനിന്ന് ഒരു സപ്പോർട്ടിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെ ഉണ്ടാവും. അതൊരിക്കലും ഈ പറയുന്ന ആൾക്കാർ അക്കൗണ്ടിന്റെ അടിയിൽ പോയിട്ട് മോശം വാക്കുകൾ ഉപയോഗിക്കുകയോ ചീത്ത വിളിക്കുന്നതോ കാര്യങ്ങളൊന്നും അല്ല. അതായത് ഇവരിപ്പോ ചെയ്തൊരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് വളരെയധികം ഗംഭീരമായിരുന്നു, വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണെന്നാലും ഇദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പോസ്റ്റുകളും റീൽസും കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഷെയർ ചെയ്യുന്നതും ഈ പറയുന്ന PR റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നും ഒരിക്കലും മോശമായിട്ടുള്ള ഒരു കാര്യമോ ഒന്നുമല്ല. അതൊക്കെ ഉറപ്പായിട്ടും ഇവർക്ക് സപ്പോർട്ടിന് വേണ്ടി നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് ആർക്കും ദോഷമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇത്തരത്തിൽ പേഴ്സണൽ മെസ്സേജിലൂടെ പോയി ചീത്ത വിളിക്കുന്നു, അല്ലെങ്കിൽ കമന്റിലൂടെ ചീത്ത വിളിക്കുന്നത്, പോസ്റ്റുകൾക്ക് താഴെ ചീത്ത വിളിക്കുന്നതൊന്നും അത്രക്ക് നല്ലൊരു മൂവ്മെന്റോ കാര്യങ്ങളായിട്ടൊന്നും പേഴ്സണലി എനിക്ക് എന്നാലും തോന്നുന്നില്ല. പക്ഷേ ഈ ആഴ്ച നോമിനേഷൻ അത് ബിന്നിയുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാര്യം ഈ പറയുന്ന 8 ആൾക്കാരിനകത്ത് ഒരാളാണ് ബിന്നി. കേരള മത്സരാർത്ഥികൾ നമുക്കറിയാം, തുടക്കം മുതലേ വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരുപാട് മത്സരാർത്ഥികൾ ഈ പറയുന്ന നോമിനേഷനകത്തുണ്ട്. അനീഷ് ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, വേദലക്ഷ്മി ആയിക്കോട്ടെ. വേദലക്ഷ്മിക്ക് ഇപ്പൊ അധികം ആക്റ്റീവ് അല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളോട് ചെയ്തിട്ട് അവിടെ നിൽക്കുന്ന ആളാണ്. സോ അപ്പൊ നല്ല രീതിയിൽ കളിക്കുന്ന ഒരുപാട് മത്സരാർത്ഥികൾ എന്നാലും ഈ വീക്കിലുണ്ട്. സോ അപ്പൊ അതിന്റെ ഒപ്പം നിന്നിട്ട് അവരോട് പോരാടി മുന്നോട്ട് വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം ബിന്നിക്ക് അതിനുള്ളൊരു കഴിവുണ്ടോ എന്ന് ചോർപ്പാടും കഴിവുണ്ട്. പക്ഷെ ബിന്നി തുടക്കത്തിലൊന്നും ഒട്ടും ആക്റ്റീവ് അല്ലാതെ വളരെയധികം സൈലന്റ് ആയി നിൽക്കുകയും പെട്ടെന്ന് അങ്ങനെ ബ്ലാസ്റ്റ് ചെയ്ത് വളരെയധികം കണ്ടന്റ് ഉണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ അതേസമയം മറ്റ് മത്സരാർത്ഥികൾ നോക്കുകയാണെങ്കിൽ ഒരു തുടക്കം മുതലേ നല്ല രീതിയിൽ ഒരു സ്ക്രീൻ സ്പേസ് പിടിച്ചെടുത്ത് നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കി ഫാൻ ബേസ് ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ആൾക്കാർ തന്നെയാണ്. സോ ഈ പറയുന്ന ബിന്നിയും തുടക്കം മുതലേ അത്തരത്തിൽ ശ്രദ്ധിച്ച് കളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ ഒരു ഫാൻ ബേസും സപ്പോർട്ടും ഈ പറയുന്ന ബിന്നിക്കും ഉണ്ടായിരുന്നേ എന്ന് തന്നെയാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. പക്ഷേ ബിന്നി തുടക്കത്തിലൊക്കെ വളരെയധികം സൈലന്റ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫാൻ ബേസിനകത്തും ഈ പറയുന്ന സപ്പോർട്ടിനകത്തും എല്ലാം ആ ഒരു എണ്ണത്തിനകത്തുള്ള ഒരു കുറവും ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. പിന്നെ അതുപോലെ തന്നെ PR റിലേറ്റഡ് ആയിട്ടുള്ള സംസാരത്തിനകത്തേക്ക് ഏറ്റവും അധികം മുന്നോട്ട് കേൾക്കുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ അനുമോളാണ്. പക്ഷേ നമുക്കറിയാം ഈ പറയുന്ന PR കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ പോലും നമ്മൾ ഷോ കാണുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമുക്ക് അറിയാവുന്നതാണ്. വളരെയധികം ആക്റ്റീവായിട്ട്, അതായത് തുടക്കം മുതലേ ഈ പറയുന്ന അനുമോളുടെ കുറച്ച് ഡ്രാമാസും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഇറക്കുന്നുണ്ട്. ഈ പറയുന്ന കരച്ചിലായിക്കോട്ടെ, ഈ പറയുന്ന പ്ലാച്ചിയുമായിട്ടുള്ള റിലേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് വരെയുള്ള കരച്ചിലായിക്കോട്ടെ, പൊട്ടിത്തെറികൾ, ഇതെല്ലാം നമ്മൾ തുടക്കം മുതലേ കാണുന്നതാണ്. ഇതെല്ലാം
ഒരിക്കലും 100% റിയൽ ആയിട്ട് ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ അവരെ ഓരോരുത്തരും അവരുടെ ഡ്രാമാസുമായിട്ടാണ് വരുന്നത്. ഈ പറയുന്ന അനീഷ ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും റിയൽ ഒന്നുമില്ല, അവർ അവരുടെയായിട്ടുള്ള ഡ്രാമാസ് ആണ് എന്തായാലും ഇവിടെ എന്തായാലും ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. സോ അനുമോളും അത്തരത്തിൽ തുടക്കം മുതൽ കാണുന്ന ഒരാൾ തന്നെയാണ്. അതായത് റിയൽ ആയിട്ട് നിൽക്കുന്ന പല ആൾക്കാരും വളരെയധികം സൈലന്റും അല്ലെങ്കിൽ ആവശ്യമായുള്ള സ്ഥലങ്ങളിൽ മാത്രം പ്രതികരിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. അത് ഈ സീസണിലും എന്തായിട്ടും അവരെ ബിഗ് ബോസ് എന്തായാലും അവരെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഈ ഒരു പരിപാടിക്ക് എന്തായാലും വരുന്ന സമയത്ത് അവിടെ ഒരു എന്റർടൈനർ എന്നുള്ള നല്ല രീതിയിൽ കാണുന്ന ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഇവരൊരു ഡ്യൂട്ടിയും കൂടിയാണ്. സോ ആ ഒരു നല്ല രീതിയിൽ ഒരു എന്റർടൈൻമെന്റ് ഇവർ കൊടുക്കണമെങ്കിൽ ഇവരുടെ ഡ്രാമാസും ഇവരുടെ പ്ലാൻസും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആകുമ്പോഴാണ് ഇതിലൊരു എന്റർടൈനറായി മാറാനുള്ള ഒരു സാധ്യത. അല്ലെങ്കിൽ അതിനനുസരിച്ച് വളരെയധികം ആക്റ്റീവും വളരെയധികം എല്ലാത്തിനും കയറി നിൽക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റിയ, അല്ലാതെ ഒരു സാധാരണ രീതിയിലൂടെ മത്സരിക്കാൻ പറ്റുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാരും അവരെ ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫേസ്, അതായത് ഒരു ഒറിജിനൽ അല്ലാത്ത, അത് അവർ തന്നെ പ്ലാൻ ചെയ്തെടുക്കുന്ന കുറച്ച് റൂൾസിലൂടെ മാത്രമാണ് ഇവരെല്ലാവരും മത്സരിക്കുന്നത് എന്ന് തന്നെയാണ് പേഴ്സണലി എനിക്ക് എന്തായാലും തോന്നിയിട്ടുള്ളത്. സോ അപ്പൊ എന്തായാലും ആ രീതിയിൽ അനുഭവം എന്തായാലും നല്ല രീതിയിൽ തന്നെ എന്തായാലും തുടക്കം മുതലേ പോകുന്നുണ്ട്. അതായത് ഈ പറയുന്ന മറ്റു മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും മുകളിൽ എപ്പോഴും നിൽക്കുന്ന ഒരു മത്സരാർത്ഥി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും അവർക്ക് നല്ല രീതിയിൽ ഒരു കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് അനുഭവം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഈ പറയുന്ന PR കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അനുമോളുടെ ഒരു സ്പേസ് ഓൾറെഡി പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവും ഇല്ല. അപ്പൊ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ്, അതുപോലെ തന്നെ ഈ പറയുന്ന സീസൺ തൂക്കാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി ആരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും.